നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഈ പകൽ കൊച്ചി നഗരത്തെ നടുക്കിയ ഒരു വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ഇടപ്പള്ളിയിൽ നടുറോഡിൽ ഭാര്യയെ കഴുത്തറുത്ത് കൊല്ലാൻ യുവാവിന്റെ ശ്രമം. മുളന്തുരുത്തി സ്വദേശി അഷലാണ് ഭാര്യ നീനുവിനെ ആക്രമിച്ചത്. പിന്നീട് പ്രതി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. യുവതി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് പെട്ടെന്നുള്ള ആക്രമണമാണ് ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇവിടെ പുള്ളി ഒന്ന് തടുത്ത് നിർത്തി തർക്കമായി അതിനുശേഷം കുത്തിയെന്നാണ് പറയണത്. അതാണ് നടന്നത്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്ന് അതിനുശേഷം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തവർ. അത്ര ഡീറ്റെയിൽ നമുക്ക് അറിയാൻ പാടില്ല കറക്റ്റായിട്ട്, എത്ര നാളായി എന്നുള്ള കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. പക്ഷെ അവർ ചെറുച്ചിലാണ് രണ്ടുപേരും നിന്നേറ്റെന്ന് അറിയാം. കുട്ടികള് രണ്ടുപേരാണെന്ന് തോന്നുന്നു ഉള്ളത്. ഇവിടെ ഈ വീട്ടിൽ തന്നെ വീട്ടില് മറ്റാരെങ്കിലും താമസിക്കുന്നു? അമ്മ അങ്ങനെ നീനുവിന്റെ അച്ഛനും അമ്മയുണ്ട്. അവർക്കൊപ്പമാണ് ഈ പെൺകുട്ടി താമസിക്കുന്നത്. രാവിലെ നീനു കുട്ടി ജോലിക്ക് പോകുന്നതിന് വീട്ടിൽ നിന്ന് പോവുകയാണ്. ഇവിടെ അടുത്ത് അമ്പലം റോട്ടൽ സ്വകാര്യ സ്ഥാപനത്തിനാണ് കുട്ടി ജോലി ചെയ്യുന്നത്. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. തടഞ്ഞു നിർത്തി കഴുത്തിന് കുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അറിയാൻ കഴിഞ്ഞത് ഭർത്താവ് തന്നെയാണ് കൃത്യം ചെയ്തിട്ടുള്ളത്. അയാളിപ്പോൾ സ്റ്റേഷനിൽ കീഴടങ്ങിയിട്ടുണ്ട്. കുറച്ച് നാളായി ഇവർ തമ്മിൽ അകന്ന് പെൺകുട്ടിയുടെ വീട്ടിൽ തന്നെ ഇരുന്ന് താമസിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒന്നുകൂടെ തവണ വീട്ടിൽ വന്നിട്ട് ബഹളം വെക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ഈ സംഭവം നടന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, സാധാരണഗതിയിൽ അങ്ങനെ ആളുകൾ നടന്നു പോകുന്ന അല്ലാണ്ട് ഇങ്ങനൊരു കൃത്യം പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ആളുകൾ വന്നു, ഇവൻ വന്ന് പെട്ടെന്ന് ഉള്ള ആക്രമണമായിരുന്നു. അവൻ ഇൻഫീൽഡ് വണ്ടി ഓടിച്ചുകൊണ്ട് അങ്ങ് പോയി. കുട്ടി രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഓടിക്കൂടി ഇവരടക്കം ഓടിക്കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക ചെയ്തു. കഴുത്തിന് കാര്യമായ മുറിവുണ്ട്. പ്രധാനപ്പെട്ട വെയിനിലാണ് മുറിവ് വന്നിട്ടുള്ളത്. കിൻഡറിൽ പ്രാഥമിക ചികിത്സ ചെയ്തതിനു ശേഷം ഇപ്പോൾ അമൃത ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 8 വർഷം മുൻപാണ് ഇരുവരും പ്രണയിച്ച് വിവാഹിതരായത്. ഈ ബന്ധത്തിൽ 7 വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട്. മാസങ്ങളായി അകന്നു കഴിയുന്ന അശ്ലിടയ്ക്ക് നീനുവിന്റെ വീട്ടിലെത്തി വഴക്കുണ്ടാക്കിയിരുന്നുവെന്നും വിവരമുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്, അതായത് സംഭവ സ്ഥലത്തു നിന്നും നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇന്ന് രാവിലെ നമ്മൾ വളരെ ഞെട്ടലോടെ കേട്ട കൊച്ചി നിവാസികൾ, അതല്ലെങ്കിൽ ഇടപ്പള്ളി നിവാസികൾ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയാണ്. യുവതിയെ ഭർത്താവ് കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഈ സംഭവം. ഇത് കുടുംബ പ്രശ്നമാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. എങ്ങനെയാണ് ഈ ആക്രമണം ഉണ്ടായത് നവമി? ടോം പറഞ്ഞതുപോലെ തന്നെ വളരെ ഞെട്ടലോടെയാണ് ഇടപ്പള്ളി സ്വദേശികൾ ഈ ഒരു സമയം കടന്നു പോകുന്നത്. കാരണം അവരൊക്കെ സാക്ഷികളായിരുന്നു. മുറിവേറ്റ നീനുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഈ പ്രദേശവാസികൾ എല്ലാവരും ഒന്നിച്ചു തന്നെ നിൽക്കുകയും ചെയ്തു. രാവിലെ 8:30 സംഭവം. നീനു പതിവ് പോലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. പതിവ് പോലെ ഇന്നും 2 വീലറിലാണ് നീനു, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് നീനുവിന്റെ 2 വീലറാണ്. ഈ 2 വീലറിലാണ് നീനു ഓഫീസിലേക്ക് പോകുന്നതിനിടയിലാണ് ഒരു പൾസർ ബൈക്കിലെത്തിയ പ്രതി ഭർത്താവ് നീനുവിനെ തടഞ്ഞു നിർത്തി. അതിനുശേഷം കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് നീനുവിന്റെ കഴുത്ത് മുറിക്കുകയായിരുന്നു. കഴുത്ത് അറുത്തു. ഇത് വളരെ രീതിയിൽ ഈ വേദന കൊണ്ട് പുളഞ്ഞ നീനു ഉറക്കെ നിലവിളിച്ചു. ഈ നിലവിളി ശബ്ദം കേട്ടാണ് സമീപവാസിയുള്ള, അതായത് ഈ സംഭവ സ്ഥലത്തിന് നേരെ എതിർവശമുള്ള തയ്യൽ കടയിലെ ഒരു ചേച്ചിയാണ് ഈ നിലവിളി ശബ്ദം കേട്ട് ഓടിയെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാരെ വിളിച്ച് കൂട്ടുകയും ചെയ്തു. ആ സമയത്തിനുള്ളിൽ തന്നെ നീനു ഓടി അടുത്തുള്ള ഒരു കടയിലേക്ക് ഓടിക്കയറുകയും ചെയ്തു. അങ്ങനെയാണ് ആ സമയത്ത് തന്നെ നീനു പറയുന്നുണ്ട്, അച്ഛനെ വിളിക്കുമെന്ന്. കാരണം ഈ നീനുവിന്റെ വീട്, അതായത് വീട്ടിൽ നിന്നും അല്പം അടുത്ത് തന്നെയാണ്, അതായത് അധികം ഒരു ചെറിയൊരു 100 മീറ്ററിനുള്ളിൽ മാത്രമേ വരുള്ളൂ. നീനുവിന്റെ വീട് ഈ ഒരു റോഡ് കഴിഞ്ഞ് ഉള്ളിലേക്ക് പോകുന്ന അവിടെ തന്നെയാണ്. അവിടെ നിന്നാണ് നീനു ഈ വഴിയിലേക്ക് വന്നത്. അച്ഛനെ വിളിക്കുമെന്ന് ആവശ്യപ്പെട്ടു. അതിനുശേഷം നാട്ടുകാരെല്ലാവരും കൂടിയാണ് നീനുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഈ സംഭവം നടന്നു തന്നെ ഈ സംഭവം കണ്ടുകൊണ്ടിരുന്ന
ഒരു ദൃക്സാക്ഷി ഇങ്ങോട്ട് വരികയും ചെയ്തു. പക്ഷെ അയാള് ഈ പ്രതിയെ ഫോളോ ചെയ്തുവെങ്കിലും അയാൾ വളരെ വേഗത്തിൽ ബൈക്ക് ഓടിച്ച് പോവുകയും ചെയ്തു. ഭർത്താവ് അഷൽ ഉടൻ തന്നെ കളമശ്ശേരി പോലീസിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു. അതിനുശേഷം പോലീസിനെ അറിയിച്ചത് ഇത്തരത്തിൽ താൻ തന്റെ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ്. നീനു മരിച്ചിട്ടുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു അഷൽ പോലീസിന് പോയി കീഴടങ്ങുകയും ചെയ്തത്. ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് പ്രതിയോട് കൂടുതൽ വിശദാംശങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും പോലീസ് പ്രതിയുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രതി പറയുന്നത് കൊല്ലുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആക്രമണം നടത്തിയത്. കുറച്ചു കാലങ്ങളായി ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു, കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. 8 വർഷമായി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അതിനുശേഷം 1 വർഷമായതേ ഉള്ളൂ ഇവർ പിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അതും ഇവർ ഔദ്യോഗികമായി അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടില്ല. എങ്കിൽ പോലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം ഇവർ രണ്ടിടത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. മുളവുകാട് സ്വദേശിയാണ് അഷലിന് മറ്റ് ഈ ക്രിമിനൽ കേസുകളോ ഒന്നും തന്നെ അഷലിന്റെ പേരിൽ ഇതുവരേക്കും എന്നും പോലീസിന് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു പ്രശ്നം മാത്രം ഇതിനു മുൻപ് ഈ പിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷവും 2 തവണ അഷൽ ഈ വീട്ടിലെത്തുകയും നീനുവിന്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് നീനു താമസിക്കുന്നത്. 7 വയസ്സുകാരൻ മകൻ അഷലിനൊപ്പവുമാണ്. അങ്ങനെ ഇതിനു മുൻപ് 2 തവണ അഷൽ ഈ വീട്ടിലെത്തുകയും നീനുമായിട്ട് ചില സംസാരങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അത് സമീപവാസികളും ബന്ധുക്കളും ഒക്കെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് എത്തിയത്, അതിന് പിന്നിലുണ്ടായിരുന്ന പ്രകോപനം എന്താണെന്ന് ഇപ്പോഴും പോലീസ് അറിയിച്ചിട്ടില്ല. പോലീസിന്റെ കസ്റ്റഡിയിലാണ് അഷൽ. ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസും തയ്യാറായിട്ടില്ല. എന്തായാലും വിരലടയാള വിദഗ്ധരടക്കം ഇവിടെ എത്തി എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം പോലീസ് ഈ സ്ഥലത്തെത്തുകയും പോലീസ് സംഭവ സ്ഥലത്ത് എത്തി രാവിലെ തന്നെ എത്തുകയും ഈ ചെരുപ്പ് ഒപ്പം തന്നെ ഈ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ ഒരു കത്തി അടക്കം കണ്ടെത്തി. അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പോലീസ് അതടക്കം ശേഖരിക്കുകയും ചെയ്തു. ഒപ്പം നീനുവിന്റെ ബാഗും ഹെൽമറ്റ്, വണ്ടി ഇതെല്ലാം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ഇടപ്പള്ളി AKG റോഡിന് സമീപം നടന്നത്. രാവിലെ 8:30 ജോലിക്ക് പോകാൻ 2 വീലറിൽ തന്റെ വാഹനത്തിൽ പൊക്കോണ്ടിരുന്ന നീനുവിനെ ഭർത്താവ് അഷൽ പിന്തുടർന്നെത്തി തടഞ്ഞു നിർത്തി കഴുത്തിൽ മുറിവേൽപ്പിച്ചത്. ഇതിനു മുൻപ് ഈ അഷല് നീനുവിന്റെ വീട്ടിലെത്തി പലതവണ ആക്രമിക്കാൻ ശ്രമിച്ചതായി, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതായിട്ടുള്ള വിവരങ്ങളുണ്ട്. നാട്ടുകാരെ സംബന്ധിച്ചുള്ള മൊഴികൾ നൽകിയിട്ടുണ്ട്. ഇയാളുടെ ഈ രീതിയിലുള്ള ഒരു പ്രവൃത്തികൾ അതല്ലെങ്കിൽ നീനുവിനെ ശാരീരികമായിട്ട് ഉൾപ്പെടെ മർദ്ദിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ ഇവർ തമ്മിൽ ഈ വിവാഹബന്ധം അതല്ലെങ്കിൽ വേർപിരിഞ്ഞ് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? ഈ ഒരു സംഭവത്തിന് മുൻപ് എപ്പോഴെങ്കിലും നീനുവിനെ ഇതേ രീതിയിൽ കൊലപ്പെടുത്താനുള്ള ശ്രമം ഈ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ നവമി? അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പരിസരവാസികൾക്ക് അറിയില്ല. കാരണം അവർ പറയുന്നത് ഇതിനു മുൻപും അഷൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർ വേർപിരിഞ്ഞ് ജീവിച്ചതിന് ശേഷം 2 തവണ അഷൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അന്ന് ഇവർക്ക് വീടിനുള്ളിലുള്ള ഒരു വാക്കുതർക്കത്തിലേക്ക് മാത്രമാണ് ഇവർക്ക് അറിയാവുന്നത്. അല്ലാണ്ട് മറ്റൊരു ആക്രമണത്തിലേക്ക്, നീനുവിനെ ആക്രമിക്കുന്ന തരത്തിലേക്കുള്ളൊരു രീതിയിലേക്ക് പോയോ എന്ന് ഇപ്പോഴും സമീപവാസികൾക്ക് അറിയില്ല. അത് ബന്ധുക്കൾക്ക്, എനിക്ക് തോന്നുന്നു നീനുവിന്റെ മാതാപിതാക്കൾക്ക് മാത്രമേ ഇതിലൊരു കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. നീനുവിന്റെ അച്ഛൻ ഇപ്പോൾ ആശുപത്രിയിലാണ്. അമ്മ ഈ വിവരം അറിഞ്ഞിട്ടില്ല. കാരണം അത് അറിഞ്ഞാലുണ്ടാകുന്ന ഒരു മാനസിക വിഷമം ആലോചിച്ചായിരിക്കും ബന്ധുക്കളൊന്നും നീനുവിന്റെ അമ്മയെ ഈ വിവരം ഇതുവരേക്കും അറിയിച്ചിട്ടില്ല. അച്ഛൻ മാത്രമാണ് ആശുപത്രിയിലുള്ളത്. ഒപ്പം മറ്റ് ബന്ധുക്കളുമുണ്ട്. പക്ഷേ നമുക്ക് ബന്ധുക്കളെയുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവരിപ്പോൾ നീനുവിന്റെ ആ ഒരു ചികിത്സയുടെ ഭാഗമായുള്ള ഒരു തിരക്കിലും അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയം അറിഞ്ഞതിന്റെ ഒരു മാനസിക അവസ്ഥയിലുമാണ്. അതുകൊണ്ട് നമുക്ക് അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വാർഡിലെ കൌൺസിൽ ഒപ്പം തന്നെ സമീപവാസികളിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു വിവരം കിട്ടിയത്. അവർ പറയുന്നത് ഇതിനു മുൻപും വർഷങ്ങളായി നീനുവിന്റെ മാതാപിതാക്കൾ ഇവിടെ താമസിക്കുന്നവരാണ്. ഈ പ്രദേശവാസികളൊക്കെ ആയിട്ട് നല്ല സൗഹൃദവും പോകുന്നവരാണ്. നീനു ഇങ്ങനെ വേർപിരിഞ്ഞ് താമസിക്കുന്നു എന്നുള്ള കാര്യം ഇവർക്ക് അറിയുകയും ചെയ്യാം. ഇതിന് 2 തവണ
അഷൽ ഇവിടെ എത്തുകയും അവരോട് ഈ സംസാരിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ പോവും, അതൊരു വാക്കുതർക്കത്തിലേക്കൊക്കെ കലാശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആക്രമിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഇതുവരേക്കും അഷൽ ഇവിടെ എത്തിയിട്ടില്ല. അത് ഇന്ന് മാത്രമാണ് സംഭവിക്കുന്നത്. പക്ഷെ അത്തരത്തിലേക്ക് ഒരു ആക്രമണത്തിലേക്ക് തന്നെ അഷലിനെ കൊണ്ടുപോയുള്ളൊരു സാഹചര്യം എന്താണെന്നുള്ളത് ഇനി അഷലിന്റെ മൊഴിയിൽ നിന്ന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പോലീസ് എന്തായാലും വിശദമായി അഷലിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു കയ്യിൽ കത്തി കരുതിയിട്ടാണ് അഷൽ ഇവിടെ എത്തിയത്. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകാം ഒരു കൊലപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയായിരുന്നു അഷലിന് ഉണ്ടായിരുന്നതെന്ന് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകാം. ഇല്ലെങ്കിൽ കയ്യിൽ കത്തി കരുതി നീനുവിനെ കാണേണ്ടി വരില്ലല്ലോ. എന്തായാലും വളരെ നടുക്കത്തിലാണ് കുടുംബവും ഒപ്പം ഈ നാട്ടുകാരും. എന്തായാലും പോലീസും ഇയാള് ഈ അഷൽ ഇതിനു മുൻപ് 2 തവണ ആത്മഹത്യാ ശ്രമം നടത്തിയതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇയാൾക്ക് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ? ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് വർഷങ്ങൾക്ക് മുൻപ്, അതായത് 7-8 വർഷം മുൻപ് ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്, ഇതര മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരുടെ കുടുംബജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്നോ നവമി? ടോം, അതെ, ഇവരുടെ ഒരു പ്രണയ വിവാഹമായിരുന്നു. അഷൽ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാവും നീനു ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട യുവാവുമായിരുന്നു. അന്ന് ആ സമയത്ത് ഇവരൊരു ജിം ട്രെയിനേഴ്സ് ആയിട്ടായിരുന്നു ഇവര് പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ഇവരുടെ പിന്നീട് ഇവര് വിവാഹത്തിലൊക്കെ എത്തുകയും ചെയ്തത്. അതിനുശേഷം ഇവരുടെ ഒരു ജിം എന്നുള്ളൊരു ആ ജോലി ഉപേക്ഷിച്ച് പിന്നീട് മറ്റ് ജോലികളിലേക്ക് ഇവർ കടക്കുകയും ചെയ്തു. അങ്ങനെയാണ് നീനു ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അഷലിന്റെ ജോലി എന്താണെന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ടില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഇവർ അന്ന് തന്നെ ചില കുടുംബത്തിൽ ഈ ഒരു മറ്റൊരു മതത്തിലുള്ള ഒരു യുവാവിന് വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഇവരുടെ കുടുംബത്തിൽ നിലനിന്നിരുന്നു. എങ്കിൽ പോലും ഇവർ കഴിഞ്ഞൊരു 6 വർഷങ്ങളായി ഇവർ ഒന്നിച്ചു തന്നെയായിരുന്നു. ഇപ്പോൾ ഏകദേശം 1 വർഷമായിട്ടേ ഉള്ളൂ ഇവർ പിരിഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട്. അതിനിടയിൽ തന്നെ പലപ്പോഴും അഷൽ ഇവിടെ എത്തുകയും നീനുവുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ എന്താണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ അഷലിനെ പ്രകോപിപ്പിച്ചത് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതിനു വേണ്ടിയിട്ടുള്ള എന്ത് കാരണമാണ് അഷലിന് ഉണ്ടായിരുന്നതെന്നും ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതെന്തായാലും പോലീസിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. അതോടൊപ്പം തന്നെ നീനുവിന്റെ ആരോഗ്യനിലയിലും ഇപ്പോൾ ചെറിയൊരു ആശങ്കയുണ്ട്. കാരണം കഴുത്തിൽ ഏറ്റ മുറിവ്, അത് രക്തം നിൽക്കാത്ത ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിദഗ്ധ ചികിത്സയ്ക്കായി അമൃത ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പോലീസ് ഈ സമീപ പ്രദേശത്തുള്ളവരുടെ മൊഴി എടുക്കുകയാണ്, അവരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ ഈ സംഭവ സ്ഥലത്ത് നിന്നും വേണ്ട തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ സംഭവം നടന്ന സമീപത്തൊരു ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ ഉടമയിൽ നിന്നും അവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കം ലഭ്യമാക്കാൻ കഴിയുമോ എന്നുള്ളൊരു പരിശോധന കൂടി പോലീസ് നടത്തുന്നുണ്ട്. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പക്ഷെ അത് റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില തടസ്സം മാത്രമാണ് പോലീസിന്റെ മുന്നിലുള്ളത്. എന്തായാലും ഉടൻ തന്നെ CCTV ദൃശ്യങ്ങളുമൊക്കെ പോലീസിന് ലഭിക്കുമെന്നുള്ളൊരു വിലയിരുത്തലാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും രാവിലെ നടന്നൊരു സംഭവത്തിൽ വളരെ ഞെട്ടലിലാണ് ഈ സമീപത്തുള്ളവർ. ഇത്തരത്തിലൊരു സംഭവം ഇവിടെ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇവിടെ സമീപത്ത് ഉണ്ടായിരുന്ന ഒരു തയ്യൽക്കട നടത്തുന്ന ചേച്ചിയായിരുന്നു ആദ്യമായി നീനുവിനെ കാണുകയും ഉടൻ തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി ആശുപത്രിയിലേക്ക് നീനുവിനെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിരുന്നത്. സംഭവ സമയത്ത് തന്നെ അഷല് രക്ഷപ്പെടുകയും പിന്നീട് പക്ഷേ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തു. അഷല് പോലീസ് സ്റ്റേഷനിൽ എത്തി പോലീസുകാരോട് പറഞ്ഞത് ഇത്തരത്തിൽ തന്റെ ഭാര്യയെ കൊലപ്പെടുത്തി, ഈ അഷല് ഭാര്യയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കഴുത്ത് മുറിച്ചു, അതായത് ആക്രമണം നടത്തി എന്നാണ് അങ്ങനെ തന്നെ മനസ്സിലാക്കണമല്ലേ? കാരണം അതിനുശേഷം ഈ ആക്രമണത്തിന് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നു. ഒരുപക്ഷെ ഭാര്യ കൊല്ലപ്പെട്ടു എന്നൊരു തോന്നലായിരിക്കുമോ ഈ രീതിയിൽ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ പ്രേരിപ്പിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് ദൃക്സാക്ഷികളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമാകുന്നുണ്ടോ നവമി? ടോം, നമുക്ക് കൂടുതൽ ദൃക്സാക്ഷികളിലേക്ക് പോകേണ്ടതുണ്ട്. ഉടൻ തന്നെ നമുക്ക് അവരിലേക്ക് എത്തുകയും ചെയ്യാം. ഈ അഷല് കീഴടങ്ങുന്ന സമയത്ത് പോലീസിനോട് പറഞ്ഞത്
ഇത്തരത്തിൽ തന്റെ ഭാര്യയെ താൻ കൊലപ്പെടുത്തിയെന്നായിരുന്നു. കാരണം കയ്യിൽ കത്തി കരുതി വന്ന അഷൽ നീനുവിന്റെ കഴുത്തിൽ ആഴമായി കുത്തി മുറിവേൽപ്പിച്ചു. അതിനുശേഷം ഈ നീനുവിന്റെ ശരീരത്തിൽ നിന്നും ചോര പോകുന്നത് കണ്ട് ഉടനെ തന്നെ അഷൽ ഇവിടുന്ന് ബൈക്കിൽ രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ അഷൽ കരുതിയിരുന്നത് നീനു മരണപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ്. പക്ഷെ നാട്ടുകാരെല്ലാം സമയത്ത് തന്നെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ടാണ് നീനുവിന്റെ ജീവൻ രക്ഷിക്കാനായത്. പക്ഷെ നീനു ഇപ്പോൾ ICUവിലാണ്. ഒരു സർജറി, ഒരു ശസ്ത്രക്രിയ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ പ്രതി പോലീസിനോട് പറഞ്ഞത് താനിങ്ങനെ തന്റെ ഭാര്യയെ കൊലപ്പെടുത്തി. പ്രശ്നങ്ങളാണ്. കുറച്ചു നാളുകളായി തങ്ങൾ തമ്മിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. അതിന്റെ ഭാഗമായി താൻ ഇന്ന് ഭാര്യയെ കുത്തി കൊലപ്പെടുത്തിയെന്നായിരുന്നു പറഞ്ഞത്. ഉടൻ തന്നെ പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തുകയും പിന്നീടുള്ള അന്വേഷണത്തിലൊക്കെ നീനു ആശുപത്രിയിലാണെന്ന് മനസ്സിലാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ലഭിക്കേണ്ടത്. എന്താണ് ഇത്തരത്തിൽ അഷല് ഭാര്യയെ കൊലപ്പെടുത്തുക? അതായത് 1 വർഷമായി ഇവർ പിരിഞ്ഞു ജീവിക്കുന്നു. അതിന് 2 തവണ ഇവിടെ വന്ന് അഷൽ നീനുവുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് കാരണമായത് എന്നുള്ളൊരു ഘടകമാണ് ഇനി കണ്ടെത്തേണ്ടുള്ളത്. അതെന്തായാലും പോലീസിന് മാത്രമേ അറിയുകയുള്ളൂ. ഉടൻ തന്നെ നമുക്ക് പോലീസിൽ നിന്നും ആ ഒരു വിഷയത്തിൽ പ്രതികരണം തേടാൻ കഴിയുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ ഒരു ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതും. ടോം, നാം ഇപ്പോൾ പോലീസിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അവിടുത്തെ ദൃക്സാക്ഷികളിൽ നിന്ന്, അതായത് നവമി സൂചിപ്പിച്ചതുപോലെ ഈ സംഭവം നടക്കുന്ന സ്ഥലത്തിന് തൊട്ട് സമീപത്തുള്ള സ്ഥാപന ഉടമകളിൽ നിന്നും അവിടുത്തെ ജീവനക്കാരിൽ നിന്നും അടക്കം പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാവിലെയാണ് ഈ ആക്രമണം ഉണ്ടായത്. ആ സമയത്ത് നിരവധി ആളുകൾ ഈ സ്ഥലത്തുണ്ടായിരുന്നോ? ആരെങ്കിലും ഈ പ്രതിയെ തടയാൻ ശ്രമിച്ചിരുന്നോ? ആക്രമണം തടയാൻ ശ്രമിച്ചിരുന്നോ? ടോം, നീനുവിന്റെ നിലവിളി ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. അതിൽ ആദ്യം ഓടിയെത്തിയത് ഈ സമീപത്തുള്ള തയ്യൽക്കടയിൽ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. നമ്മൾ വന്ന സമയത്ത് ആ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ അവർ ആശുപത്രിയിലും മറ്റു തിരക്കിലുമൊക്കെ ആയിട്ട് ആഹാരം കഴിച്ച് ഉടൻ എത്താമെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് പോയത്. ആ ചേച്ചി എത്തിയാൽ നമുക്ക് തോന്നുന്നു ഉടൻ തന്നെ അവരുടെ പ്രതികരണം തേടാം. അതോടൊപ്പം തന്നെ അതിനുശേഷമാണ് ഈ കടയിലേക്കാണ് നീനു ഓടിക്കയറിയത്. അതായത് നമുക്കിവിടെ ഈ ചോരപ്പാടുകൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ സംഭവം നടന്ന്, ഈ കൊലപാതക ശ്രമം നടന്ന സ്ഥലത്ത് നിന്നും നീനു ഓടി ആ നിലവിളിച്ചുകൊണ്ട് ഓടിയ സമയത്താണ് ഈ തയ്യൽക്കടയിലെ ചേച്ചി നീനുവിനെ എടുത്തത്. ഒപ്പം നീനു ഓടിക്കയറിയത് ഇവിടേക്ക്, ഈ കടയിലേക്കാണ്. ഒരു പ്ലൈവുഡ് കമ്പനി, ഒരു കമ്പനിയാണ്. നമുക്ക് അവിടേക്കാണ് നീനു ആദ്യം ഓടിക്കയറി ചെന്നത്. ചോരത്തുള്ളികളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുകയും ചെയ്യും. അതിനുശേഷം നീനു ഇവിടെ നിന്നാണ് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഇവിടെ എത്തിയ ഒരു ഓട്ടോയിൽ കയറ്റി നീനുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ഈ കണ്ടു നിന്നവർ പറയുന്നത്, നമ്മൾ നേരത്തെ രാവിലെയൊക്കെ അവരുടെയൊക്കെ പ്രതികരണം തേടിയിരുന്നു. അവർ കണ്ടത് നീനുവിന്റെ കഴുത്ത് ആഴത്തിൽ മുറിവേറ്റ ഒരു നിലയിലായിരുന്നു. രക്തത്തിൽ കുളിച്ചായിരുന്നു നീനു ഇവിടെ കിടന്നത്. ഇവിടേക്ക് ഓടിയെത്തിയത്. ശേഷം അച്ഛനെ വിളിക്കുമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അവർ ആ ഒരു സാഹചര്യത്തിൽ നീനുവിന്റെ അച്ഛനെ വിളിക്കുന്നതിനപ്പുറത്തേക്ക് നീനുവിന് വേണ്ട സഹായം ചെയ്യുക, പ്രാഥമികമായിട്ടുള്ള ഒരു ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ നാട്ടുകാരുടെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് തന്നെയാണ് ഇവിടെ എത്തിയ ഓട്ടോയിലേക്ക് കയറ്റി നീനുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇവിടുന്ന് ഏറ്റവും അടുത്ത് തന്നെയാണ് കിൻഡർ ആശുപത്രി. അവിടെ നിന്നാണ് പിന്നീട് അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ടോമി, ഞാൻ ഈ വരുന്ന വഴി, അതായത് ഈ കാണുന്ന വഴി തന്നെയാണ് നീനുവിന്റെ വീട്. ഇവിടുന്നാണ് നീനു തന്റെ 2 വീലറിൽ രാവിലെ ഓഫീസിലേക്ക് പോകാനായി ഇറങ്ങിയത്. ഇവിടെ ഏറ്റവും അടുത്ത് തന്നെ, ഒരു 2 വീട് അപ്പുറം തന്നെയാണ് നീനുവിന്റെ താമസിക്കുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോഴങ്ങോട്ടേക്ക് പോകാനുള്ളൊരു സാഹചര്യമില്ല. കാരണം നീനുവിന്റെ അമ്മ അവിടെയുണ്ട്. അമ്മയ്ക്ക് ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദയവായി അങ്ങോട്ട് ചെല്ലരുത് എന്ന് നാട്ടുകാരും ഒപ്പം തന്നെ മറ്റു ബന്ധുക്കളും ഒക്കെ നമ്മളെ അറിയിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കാത്തത്. എന്തായാലും അമ്മയോട് ചോദിച്ചാൽ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും. കാരണം ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു തർക്കം നിലനിന്നിരുന്നു എങ്കിലും എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു പ്രകോപനത്തിന് കാരണമെന്ന് ചിലപ്പോൾ നീനുവിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പറയാൻ സാധിക്കും. പക്ഷെ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇവിടെ നിന്ന് രാവിലെ 8:30 മണിയോടുകൂടിയായിരുന്നു നീനു ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയത്. 2 വീലർ എടുത്ത് ആ വളവ് തിരിയുന്നതിന്റെ അവിടെയാണ്, ആ സമയത്താണ് ഈ ഭർത്താവ് അഷൽ വണ്ടിയിൽ പിന്തുടർന്ന് വന്ന് നീനുവിനെ തടഞ്ഞു നിർത്തുകയും
കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് നീനുവിന്റെ കഴുത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും അപ്പോൾ തന്നെ ബൈക്കിൽ രക്ഷപ്പെടുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ട് വന്ന ഒരു ദൃക്സാക്ഷി അഷലിനെ പിന്തുടർന്നുവെങ്കിലും അതിവേഗത്തിലാണ് അഷൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷെ പിന്നീട് അഷല് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയെന്നും അവർക്ക് മനസ്സിലാകുകയും ചെയ്തു. എത്രയും വേഗം നീനുവിനെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു വഴിയാണ് പിന്നെ നാട്ടുകാർ നോക്കിയത്. എന്തായാലും വളരെ ദാരുണമായ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഇന്ന് രാവിലെ ഇവിടെ സംഭവിച്ചത്. ഭാര്യയെ ഭർത്താവ് നടു റോഡിൽ വ്യക്തമാണ്. നവമി ദിനേശ് സൂചിപ്പിച്ചതുപോലെ ഏറെ നടുക്കമുണ്ടാക്കിയ വാർത്തയാണ് രാവിലെ കൊച്ചിയിൽ നിന്ന് വന്നത്. ഇടപ്പള്ളിയിലാണ് നട റോഡിൽ ഭാര്യയെ കഴുത്തറുത്ത് കൊല്ലാൻ യുവാവിന്റെ ശ്രമമുണ്ടായത്. മുളതുരുത്തി സ്വദേശി അഷലാണ് ഭാര്യ നീനുവിനെ ആക്രമിച്ചത്. യുവതി ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം പ്രതി അഷൽ പോലീസ് സ്റ്റേഷനെത്തി കീഴടങ്ങുകയായിരുന്നു. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. കേസിലെ പ്രതികളുമായി പോലീസിന്റെ തെളിവെടുപ്പ് തുടങ്ങി. മുഖ്യപ്രതി നിതീഷ്, രണ്ടാം പ്രതി വിഷ്ണു എന്നിവരെയാണ് വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ കക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ചത്. വിഷ്ണുവിന്റെ കാലിന് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നതിനാൽ ഇരുവരെയും ഒരുമിച്ച് തെളിവെടുപ്പിന് എത്തിക്കുവാൻ അന്വേഷണ സംഘത്തിന് നേരത്തെ കഴിഞ്ഞിരുന്നില്ല. പരിക്ക് ഭേദമായതിന് പിന്നാലെ വിഷ്ണുവിനെ കഴിഞ്ഞ ദിവസം കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. നിതീഷിന്റെ മൊഴിയിലെ വൈരുദ്ധ്യമാണ് ഈ കേസിൽ പോലീസിനെ കുഴപ്പിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കട്ടപ്പനയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, ഈ സംഭവ വിവരം പുറത്തു വന്നിട്ട് ഇപ്പോൾ ആഴ്ചകൾ പിന്നിടുന്നു. ഇതുവരെയും ഈ കുഞ്ഞിന്റെ മൃതദേഹം എവിടെയൊന്ന് കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല. അതിനിടെയാണ് കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള, അതായത് കൊല്ലപ്പെട്ട വിജയന്റെ മകൻ വിഷ്ണുവിനെ പോലീസിന്റെ കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. തെളിവെടുപ്പ് നടക്കുന്നു. ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയായോ? ടോം, നിലവിലെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. നിലവിൽ കക്കാട്ടുകടയിൽ ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ വിഷ്ണുവിനെയും ഒപ്പം നിതീഷിനെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വിഷ്ണു കഴിഞ്ഞ ദിവസം ഈ മോഷണ ശ്രമത്തിനിടെ പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്ന് ഇയാൾ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ ചില സ്ട്രക്ചറിന്റെ സഹായത്താലാണ് പോലീസ് ഇയാളെ ഇവിടെ സംഭവ സ്ഥലത്ത് എത്തിച്ചത്. ഇതിനുശേഷം ഈ വീടിന് സമീപത്തായി ഇവർ മുൻപ് ഈ വീടിൽ നിന്നും വിജയന്റെ മൃതദേഹം മറവ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന അവശിഷ്ടങ്ങൾ കൊണ്ട് നിക്ഷേപിച്ച സ്ഥലങ്ങളും ഒപ്പം മണൽ ശേഖരിച്ച സ്ഥലങ്ങളും ഒക്കെ പിന്നീട് കോൺക്രീറ്റ് ചെയ്യേണ്ട ചെയ്ത് മൃതദേഹം മറവ് ചെയ്യുകയുണ്ടായി. മുകൾ ഭാഗം മറവ് ചെയ്തിരുന്നു. ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തതിനൊക്കെ ഇവർ മണൽ ശേഖരിച്ച സ്ഥലവുമൊക്കെ പോലീസ് ഇവരുമായി തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. തുടർന്നായിരിക്കും തുടർന്ന് ഈ കട്ടപ്പനയിൽ ഹഗര ജംഗ്ഷനിൽ മുൻപ് ഇവർ താമസിച്ചിരുന്ന വീട്ടിലേക്കും തെളിവെടുപ്പ് നടത്താൻ ഇന്ന് തന്നെ നടത്തുമെന്നാണ് സൂചന. ഈ വീട്ടിലാണ് ഈ വിഷ്ണുവും ഒപ്പം നിതീഷിന്റെ നേതൃത്വത്തിൽ കുട്ടീനെ, നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ച് മൂടിയത് എന്ന് പറയപ്പെടുന്നത്. ഈ വീട്ടിലെ തൊഴുത്തിൽ രണ്ട് ദിവസങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. മൃതദേഹാവശിഷ്ടങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഒപ്പം നിതീഷ് മൊഴി മാറ്റി പറഞ്ഞിരുന്നു. ആദ്യം ഈ തൊഴുത്തിലാണ് മൃതദേഹം മറവ് ചെയ്തതെന്ന് പറയുകയും പിന്നീട് ഇവിടെ നിന്ന് മൃതദേഹം എടുത്തുകൊണ്ട് പോയി അതിനുശേഷം കത്തിച്ച ശേഷം ഇടുക്കി ജലാശയത്തിൽ ഒഴുക്കിക്കളഞ്ഞു എന്ന തരത്തിലാണ് ഈ നിതീഷ് മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ രണ്ട് പ്രതികളെയും കൊണ്ടും തെളിവെടുക്കുന്നതോടെ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഏതായാലും ഈ കേസിന്റെ നിർണായകമായിരിക്കുന്ന തെളിവുകൾ ഉടൻ തന്നെ ലഭ്യമാകുന്ന പ്രതീക്ഷയിലാണ് പോലീസ്. കാരണം വിഷ്ണു ഈ കേസിൽ കൂട്ടുപ്രതിയാണെങ്കിൽ പോലും വിഷ്ണുവിനെ ഇതുവരെ തെളിവെടുപ്പിനായി എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. ഇയാൾക്ക് കഴിഞ്ഞ മോഷണ ശ്രമത്തിനിടെയാണ് ഇരുവരും അറസ്റ്റിലായിരുന്നെങ്കിലും വിഷ്ണുവിന് അന്ന് പരിക്കേറ്റതിനെ തുടർന്ന് ഇയാൾ കോട്ടയം മെഡിക്കൽ കോളേജിലടക്കം ചികിത്സയിലായിരുന്നു. സ്റ്റേഷനിലേക്ക് പിന്നീട് ജയിലിലേക്ക് മാറ്റിയിരുന്നില്ല. ആഴ്ചകളോളമുള്ള ചികിത്സയ്ക്ക് ശേഷമാണ് പിന്നീട് പീരുമേൽ സബ് ജയിലിലേക്ക് മാറ്റി. അതിനുശേഷം മാത്രമാണ് കോടതിയിൽ നിന്നും ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയത്. അതിനുശേഷം വീണ്ടും നിതീഷിനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഒപ്പം ഇരുവരെയും ചേർത്തുള്ള അന്വേഷണമാണ്, തെളിവെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതേ തുടർന്ന് തന്നെ കേസിലെ മറ്റൊരു പ്രതിയായ വിജയന്റെ ഭാര്യ സുമയെയും ചോദ്യം ചെയ്യാനുള്ള നടപടികളും പോലീസ് സ്വീകരിക്കുമെന്നാണ് കരുതേണ്ടത്. തീർച്ചയായും പ്രിൻസ് സൂചിപ്പിച്ചതുപോലെ ഈ വിഷ്ണുവിന്റെ പരിക്ക് അല്ലെങ്കിൽ പരിക്കേറ്റ വിഷ്ണുവുമായി തെളിവെടുപ്പ് പോലീസിനെ സംബന്ധിച്ച് ദുഷ്കരമായ കാര്യമാണ്. പക്ഷേ ഈ കേസിൽ നിർണായകമാണ് വിഷ്ണുവിന്റെ മൊഴി. കാരണം നിതീഷിനെ പോലെ ഈ രണ്ട് കൊലപാതകത്തിലും പങ്കാളിയായിട്ടുള്ള വ്യക്തിയാണ് വിഷ്ണു. ഈ വിജയന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്.
ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസ്, അതായത് വിഷ്ണുവിന്റെ സഹോദരിയുടെ കുഞ്ഞിനെ, നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ, നിർണായകമായിട്ടുള്ള വിവരങ്ങൾ വിഷ്ണുവിൽ നിന്നും ലഭ്യമായിട്ടുണ്ടോ പ്രിൻസ്? ടോം, വിജയന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ആദ്യ ദിവസം തന്നെ പോലീസിന് ശേഖരിക്കാൻ സാധിച്ചു. കൃത്യമായി നിതീഷ് കാട്ടിക്കൊടുത്ത സ്ഥലത്തു നിന്ന് തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ കുഞ്ഞിന്റെ മൃതദേഹം എവിടെ എന്നത് സംബന്ധിച്ച് യാതൊരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല. കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിന് സമീപത്തെ തൊഴുത്തിലാണ് മൃതദേഹം മറവ് ചെയ്യുന്നതെന്നായിരുന്നു ആദ്യം മൊഴിയെങ്കിലും ഇവിടെ 2 ദിവസങ്ങളിൽ മണ്ണ് കുഴിച്ച് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ കൃത്യമായ ഒരു തെളിവുകൾ ലഭിച്ചില്ല. പിന്നീട് ഈ നിതീഷ് മൊഴി മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിരുന്നാലും ഇപ്പോൾ വിഷ്ണുവുമായി ചേർന്നുള്ള തെളിവെടുപ്പിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ്. കാരണം മുൻപ് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിനെ ചോദ്യം ചെയ്യാനോ ഒന്നും പോലീസിന് സാധിച്ചിരുന്നില്ല. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇയാൾ ചികിത്സ തുടരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരുവിധ വിവരശേഖരണവും ഇയാളിൽ നിന്ന് ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡി ലഭിച്ചതോടെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യാനും ഒപ്പം തെളിവുകൾ ശേഖരിക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഒപ്പം സുമയെയും, അതായത് വിജയന്റെ ഭാര്യയായ സുമയും, ഈ 2 കേസുകളിലും വിജയന്റെ മരണത്തിൽ കൃത്യമായ നിർണായകമായ പങ്ക് ഇവർക്കുണ്ടെന്നാണ് കരുതുന്നത്. ഒപ്പം കുട്ടീനെ കൊലപ്പെടുത്തിയ കേസിലും സുമയുടെ അറിവുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ സുമയും കൂടി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വ്യക്തത കൈവരുമെന്നും അതോടൊപ്പം നവജാത ശിശുവിന്റെ മൃതദേഹം എവിടെയാണ് മറവ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള വ്യക്തത കൈവരികയും തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കുമെന്നുമാണ് പോലീസ് കരുതുന്നത്. ടോം, പ്രിൻസെ, ഈ മുഖ്യപ്രതിയായിട്ടുള്ള നിതീഷിന്റെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് പ്രധാനമായും പോലീസിനെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം. പക്ഷേ ഈ 2ാം പ്രതി വിഷ്ണു, നിതീഷ് പറഞ്ഞത് ഈ കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ വിജയൻ മറ്റെവിടേക്ക് കൊണ്ടുപോയെന്നാണ്. ഈ കുഞ്ഞിന്റെ മൃതദേഹം എവിടെയുണ്ടെന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ വിഷ്ണുവിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്? കാരണം ഈ നിതീഷിനെയും വിഷ്ണുവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുമെന്നൊരു പ്രതീക്ഷ പോലീസിനുണ്ട്. അങ്ങനെ ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ, ആ ഒരു നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ? ടോം, കഴിഞ്ഞ ദിവസമാണ് പോലീസ് കസ്റ്റഡിയിൽ വിഷ്ണുവിനെ വിട്ടുകിട്ടിയത്. അതിനുശേഷം ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. തുടർന്ന് ഇന്ന് നിതീഷിനെയും പോലീസ് കസ്റ്റഡിയിൽ കിട്ടുകയും ഒപ്പം തെളിവെടുപ്പ് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വിഷ്ണുവിനെ ചോദ്യം ചെയ്തിരുന്നു. നിർണായകമായ സൂചനകൾ ലഭിച്ചെന്നാണ് നമുക്കും അറിയാൻ സാധിക്കുന്നത്. എന്നാൽ പോലീസ് ഇത് സംബന്ധിച്ച് വ്യക്തത നൽകിയിട്ടില്ല. ഒപ്പം ഇന്ന് വിഷ്ണുവും നിതീഷും ഒരുമിച്ചുള്ള തെളിവെടുപ്പ് കൂടി പൂർത്തിയാകുന്നതോടെ കൃത്യമായ വിവരങ്ങൾ ക്രോഡീകരിക്കാനാവുമെന്നും എവിടെയാണ് മറവ് ചെയ്തതെന്നും മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. നിതീഷ് പറയുന്നത് കുഴിച്ചിട്ട മൃതദേഹം പിന്നീട് വിജയൻ എടുത്തുകൊണ്ടുപോയി കത്തിച്ച ശേഷം ഇടുക്കി ജലാശയത്തിൽ ഒഴുക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള മൊഴിമാറ്റം നിതീഷ് നടത്തിയിരുന്നു. എന്നാൽ അത് പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. മൃതദേഹം ഇവിടുന്ന് മാറ്റിയെങ്കിലും കാണാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് കരുതുന്നുണ്ട്. എന്നാൽ അത് മറ്റെവിടെയിലേക്കും മാറ്റി കുഴിച്ചിടുകയായിരിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ പോലീസിനുണ്ട്. എന്നാലും ഇരു കേസുകളിലും കൃത്യമായ പങ്ക് വിഷ്ണുവിനുണ്ട്. ഇതോടൊപ്പം തന്നെ ഇവർ ചെയ്തുകൊണ്ടിരുന്ന മോഷണത്തിലടക്കം വിഷ്ണുവും നിതീഷും ഒരുമിച്ചാണ് പങ്കാളികളായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലെല്ലാം കൃത്യമായ അറിവും സഹായവും വിഷ്ണു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിക്കും. അതിലൂടെ കുട്ടിയുടെ മൃതദേഹത്തിന്റെ സൂചനകൾ അടക്കം ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും വിജയന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൃത്യമായ സൂചനകൾ ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ലഭിച്ചു. മൃതദേഹം കണ്ടെത്തി അതിനുള്ള തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നു. ഒപ്പം ഈ മൃതദേഹം കുഴിച്ചിടുന്നതിനോടൊപ്പം അനുബന്ധിച്ച് ഇവർ തെളിവുകൾ നശിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചുള്ള കാര്യങ്ങൾ, അതായത് ഈ വീടിൽ നിന്ന് തറ കുത്തി പൊളിച്ചിട്ടാണ് ഇവിടെ പിന്നീട് മൃതദേഹം ഇവിടെ അടക്കം ചെയ്ത് അതിനുശേഷം ശേഖരിച്ച അവശിഷ്ടങ്ങളൊക്കെ എവിടെ കൊണ്ട് മറവ് ചെയ്തു, പിന്നീട് ഈ വീട് വീണ്ടും പഴയപടിയാക്കുന്നതിനെ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഉപയോഗിച്ച സാധനങ്ങൾ വാങ്ങിയ സ്ഥലങ്ങൾ, അവിടെ എല്ലാം ഇവരെയും കൊണ്ടുപോയി തെളിവെടുപ്പും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. കൃത്യമായി വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകളെല്ലാം ശേഖരിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ 2016 കുട്ടിയുടെ കൊലപാതകം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രിൻസ് ജെയിംസ് ആണ് കട്ടപ്പനയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കട്ടപ്പന ഇരട്ട കൊലപാതക കേസിലെ പ്രതികളുമായി പോലീസിന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാ കേസിലെ പ്രതി ഡോക്ടർ റുവൈസിന്റെ PG പഠനം തടഞ്ഞ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. PG പഠനത്തിന് പുനഃപ്രവേശനം നൽകണമെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് റദ്ദാക്കിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ അപ്പീലിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. റുവൈസിനെതിരായ അച്ചടക്ക നടപടി തുടരാമെന്നും
ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, കഴിഞ്ഞ ദിവസമാണ് സിംഗിൾ ബെഞ്ച് PG പഠനം, ഡോക്ടർ ഉവൈസിന് PG പഠനം തുടരാമെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിപ്പോൾ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുകയാണ്. അതായത് ഈ ഡോക്ടർ ഷഹനയുടെ കുടുംബം സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ടാണോ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഹർജിയിലാണ് ഇപ്പോൾ ഈ നടപടി. കഴിഞ്ഞ ദിവസമാണ് ടോം സൂചിപ്പിച്ചതുപോലെ സിംഗിൾ ബെഞ്ച് റുവൈസിന് ഉപരിപഠനം തുടരാം, PG പഠനം തുടരാം എന്നുള്ള ഒരു ഉത്തരവ് ഇറക്കിയത്. അതിനു വേണ്ട സംവിധാനങ്ങൾ സർവകലാശാല അധികൃതർ നൽകണമെന്നും ക്യാമ്പസിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അത് സർവകലാശാല തന്നെ അത് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതിനെ തടയാൻ സർവകലാശാല തന്നെ മേൽനോട്ടം വഹിക്കണമെന്നുമുള്ള നിർദ്ദേശം കൂടി ആ സമയത്ത് ഹൈക്കോടതി കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം ഇത്തരം ക്രിമിനൽ കേസുകളിൽ ഇടപെടുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു മാതൃകാപരമായ ശിക്ഷ കൂടിയായിട്ടാണ് പൊതുസമൂഹം ഇതിനെ കാണുന്നത്. നമുക്കറിയാം 2023 ഡിസംബർ 4 ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് രാവിലെ ഈ ഡോക്ടർ റുവൈസുമായി ഷഹനയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ, അതായത് പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ഒരുക്കങ്ങൾ, വീട് പെയിന്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഒരുക്കങ്ങൾ ഷഹനയുടെ കുടുംബം ചെയ്തു തുടങ്ങിയിരുന്നു. ആ സമയത്താണ് ഭീമമായ തുക സ്ത്രീധനം ആവശ്യപ്പെട്ട് റുവൈസിന്റെ കുടുംബം ഷഹനയുടെ വീട്ടിലെത്തുന്നത്. റുവൈസിന്റെ ബന്ധുക്കൾ വീട്ടിലെത്തുന്നതെന്നാണ് ഷഹനയുടെ സഹോദരൻ പിന്നീട് മാധ്യമങ്ങളോടും പോലീസിനോടും വെളിപ്പെടുത്തിയത്. അതേ തുടർന്ന് ഈ വിവാഹത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. തങ്ങൾക്ക് ഭീമമായ തുക നൽകാനില്ല എന്ന് ഷഹന റുവൈസിനെ അറിയിക്കുകയും അതേ തുടർന്ന് റുവൈസ് വിവാഹത്തിൽ നിന്നും പിന്മാറുകയുമായിരുന്നു എന്നാണ് ആ സമയത്ത് അറിയാൻ കഴിഞ്ഞത്. അതേസമയം താൻ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറുന്നതെന്നുള്ള മനോവിഷമം മൂലം താൻ ആത്മഹത്യ ചെയ്യുകയാണ്, തനിക്ക് ജീവിച്ചിരിക്കാൻ കഴിയുന്നില്ല എന്ന തരത്തിലുള്ള ഒരു വോയിസ് മെസ്സേജ് ഷഹന റുവൈസിന്റെ മൊബൈലിലേക്ക് അയക്കുകയും രാവിലെ 9 മണിക്കാണ്, ഡിസംബർ 4 രാവിലെ 9 മണിക്കാണ് ഈ മെസ്സേജ് അയക്കുന്നത്. അതിനുശേഷം റുവൈസ് ഷഹനയെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ പോലും അത് തടയാനുള്ള ഒരു നടപടിയും റുവൈസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതേസമയം പോലീസ് മാധ്യമങ്ങളുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേസെടുത്തിട്ടുള്ളതെന്നും പഠനം കഴിഞ്ഞ ശേഷം മാത്രം വിവാഹം കഴിച്ചാൽ മതി എന്നുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് താൻ ഷഹനയോട് വെച്ചിട്ടുള്ളതെന്നാണ് റുവൈസിന്റെ അഭിഭാഷകൻ കോടതിയെ ആ സമയത്ത് ബോധ്യപ്പെടുത്തിയിരുന്നത്. ഇതേ തുടർന്ന് റുവൈസിന് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജാമ്യത്തിൽ തുടരുമ്പോൾ തന്നെ ഈ ഉപരിപഠനത്തിനുള്ള സാധ്യത, അതായത് PG സസ്പെൻഡ് ചെയ്തുള്ള ഒരു ഉത്തരവ് ആരോഗ്യ സർവകലാശാല പുറത്തിറക്കിയിരുന്നു. ആ ഉത്തരവിനെതിരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സിംഗിൾ ബെഞ്ച് നടപടിയെടുത്തത്. ഉപരിപഠനം തുടരാം. എന്നാൽ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായുള്ള ഡിവിഷൻ ബെഞ്ച് ഉപരിപഠനം തുടരാനുള്ള സാധ്യത മങ്ങലേൽപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവാണ്. അതായത് ആരോഗ്യ സർവകലാശാലയുടെ അച്ചടക്ക നടപടികൾ തുടരാമെന്ന് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ആജ്ഞ, സാധാരണ MBBSന് ചേരുമ്പോൾ സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ അതുമായി അത് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികളോ ഉണ്ടാകില്ല എന്ന് സത്യവാങ്മൂലം എഴുതി നൽകുന്നൊരു രീതിയുണ്ട്. പ്രത്യേകിച്ചും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിർദ്ദേശപ്രകാരമാണ് ആരോഗ്യ സർവകലാശാല ഈ രീതിയിലുള്ള ഒരു നടപടികളിലേക്കൊക്കെ കടന്നത്. ഇതാണ് ഈ കേസിനും ബലം നൽകിയത്. പ്രത്യേകിച്ചും ഈ ഡോക്ടർ റുവൈസിൽ അത് തിരിച്ചടിയായതും ഈ ഗവർണർ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങളാണ്. പക്ഷെ ഇത് പൂർണ്ണമായും ഡോക്ടർ റുവൈസിന്റെ ഉപരിപഠനത്തിലുള്ള സാധ്യതകൾ പൂർണ്ണമായും അടയുകയാണോ? ഒരു പ്രതിയാണ്, കേസിലെ പ്രതിയാണ് ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിലെ ആത്മഹത്യ പ്രേരണ കുറ്റം അടക്കമുള്ള കുറ്റങ്ങളാണ് ഡോക്ടർ റുവൈസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. സാധാരണ ഗതിയിൽ പ്രതികൾക്ക് ജയിലിലാണെങ്കിലും പഠിക്കാനുള്ള സാഹചര്യമുണ്ട്, വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ ഈ കേസിൽ ഇതൊരു പ്രത്യേക സാഹചര്യത്തിലുള്ള കേസാണ്, പ്രത്യേക സ്വഭാവത്തിലുള്ളൊരു കേസാണ്. അതുകൊണ്ട് തന്നെ ഇനി ഡോക്ടർ റുവൈസിന്റെ ഉപരിപഠനത്തിലുള്ള സാധ്യതകൾ പൂർണ്ണമായും മങ്ങി അല്ലെങ്കിൽ അടഞ്ഞു എന്ന് തന്നെ വ്യാഖ്യാനിക്കണോ? ടോം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ
വർഷമായിട്ടാണ് ആരോഗ്യ സർവകലാശാല ഇത്തരത്തിലൊരു സത്യവാങ്മൂലം എല്ലാ PG മെഡിക്കൽ പഠനത്തിന് ചേരുന്ന എല്ലാവരിൽ നിന്നും എഴുതി വാങ്ങാറുണ്ട്. പ്രത്യേകിച്ചും ഡോക്ടർ അല്ലെങ്കിൽ ഭിഷകുരൻ എന്ന് പറയുന്ന ഒരു പദവി, ഒരു ജോലി സമൂഹത്തെ സേവിക്കലാണ്. അതുകൊണ്ട് തന്നെ ആ ജോലിക്ക്, ആ ഒരു പ്രവർത്തനത്തിന് അതിൻ്റെതായ മഹിമയും മഹത്വമുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സ്ത്രീധനം, പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെയുള്ള അട്രോസിറ്റീസ്, സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള എല്ലാ സാധുതകളും ബാൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ തടയിടാനുള്ള ഒരു മുന്നൊരുക്കം എന്നുള്ള നിലയിലാണ് ഇത്തരം വിദ്യാർത്ഥികളിൽ നിന്നും ഇങ്ങനെ ഒരു സത്യവാങ്മൂലം എഴുതി വാങ്ങാൻ. ഇത് മാതൃകാപരമായ ഒരു നീക്കം തന്നെയാണ്. പൊതുസമൂഹം ഇതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആരോഗ്യ സർവകലാശാലയ്ക്ക് അങ്ങനൊരു നിയമം, ലിഖിത നിയമമില്ലെങ്കിൽ പോലും ഗവർണർ ചാൻസലറാണ്. ഗവർണറുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ 2 വർഷമായി ഈ ഒരു രീതി തുടർന്നു പോരുന്നുണ്ട്. അത്തരത്തിൽ റുവായ്സിന്റെ കയ്യിൽ നിന്നും സത്യവാങ്മൂലം എഴുതി വാങ്ങിയിട്ടുമുണ്ട്. അതായത് ഇയാൾ കുറ്റവാളി എന്ന് കണ്ടെത്തിയാൽ, അതായത് സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള ആത്മഹത്യയാണ് ഷഹനയുടേതെന്ന് കോടതി ഉത്തരവിട്ടാൽ, അല്ലെങ്കിൽ കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞാൽ റുവായ്സിന്റെ ബിരുദം, MBBS ബിരുദം പോലും റദ്ദാക്കാനുള്ള അധികാരം ആരോഗ്യ സർവകലാശാലയ്ക്ക് നൽകുന്ന തരത്തിലാണ് ആ സത്യവാങ്മൂലം എഴുതി വാങ്ങിയിട്ടുള്ളത്. ഇത് ഈ പറയുന്നത് പോലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇത്തരത്തിലുള്ള സാമൂഹ്യ തിന്മയ്ക്കെതിരെ പോരാടാൻ പുതിയ കുഞ്ഞുങ്ങളെ, പുതിയ തലമുറയെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഇത്തരം ഒരു സത്യവാങ്മൂലം എഴുതി വാങ്ങുന്നതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് VC ഡോക്ടർ മോഹൻ കുന്നുമൽ അന്ന് നമ്മളോട് പറഞ്ഞത്. ഈ കാര്യം, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റുവായ്സിന്റെ കേസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ PG ഉപരിപഠനം എന്നുള്ളതിന്റെ സാധ്യത മങ്ങുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള MBBS ഡോക്ടർ എന്നുള്ള പദവി കൂടി ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് നയിക്കുന്നത്. വ്യക്തമാണ്. നവമി ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി ഡോക്ടർ റുവൈസിന്റെ ഉപരിപഠനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞിരിക്കുകയാണ്. സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. ആലുവയിൽ 3 യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രധാന പ്രതികളെ ഇനിയും പിടികൂടാനായില്ല. തിരുവനന്തപുരം സ്വദേശികളാണ് പ്രതികളെന്ന സൂചനയുണ്ട്. 3 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിനിടയിൽ ഇവർക്ക് വാഹനം വാടകയ്ക്കെടുത്ത് നൽകിയ ഒരാളെ ഇന്നലെ പിടികൂടിയിരുന്നു. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ 2 പ്രതികളും റിമാൻഡിലാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കാറിലെത്തിയ സംഘം 3 യുവാക്കളെ ആലുവയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് കൂടി ചേരുന്നുണ്ട്. നവമി, ഈ സംഭവം നടന്നിട്ടിപ്പോൾ 3 ദിവസമാകുന്നു. തട്ടിക്കൊണ്ടുപോയ സംഘം, തട്ടിക്കൊണ്ടുപോയവർ തിരുവനന്തപുരം സ്വദേശികളാണെന്ന സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടാണ് ഇതിന് പിന്നിലെന്ന വിവരങ്ങളും സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആരെയാണ് തട്ടിക്കൊണ്ടുപോയത് എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ഇത്രയും ദിവസമായിട്ടും ഒരു പരാതി പോലും പോലീസിന് മുന്നിൽ എത്തിയിട്ടില്ലേ? ഇതുവരെയും ഈ സംഭവം ഞായറാഴ്ചയാണ് നടന്നത്. ഞായറാഴ്ച രാവിലെ 7 മണിക്കാണ് ആലുവയിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നും 3 യുവാക്കളെ ഒരു സംഘം, 4 പേരടങ്ങുന്ന സംഘം ഇന്നോവ കാറിൽ തട്ടിക്കൊണ്ടുപോയത്. ഇത് ഇത്ര ദിവസമായിട്ടും പോലീസിന് ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ അല്ലെങ്കിൽ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ ഇതുവരേക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം അനുസരിച്ച് ഈ ഇരയാക്കപ്പെട്ടവരും ഈ തട്ടിക്കൊണ്ടുപോയവരും തമ്മിലൊരു ധാരണയിലെത്തിക്കാണും. കാരണം ഒരു സാമ്പത്തിക ഇടപാട് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തർക്കമാകാം ഇവരെ ഇതിലേക്കൊക്കെ പ്രേരിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിലൊരു ധാരണയാകാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഇതുവരേക്കും ഈ ഒരു പരാതി ഒന്നും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടാത്തത്. 3 പേരെ തട്ടിക്കൊണ്ടുപോയെങ്കിൽ സ്വാഭാവികമായും ഒരു പരാതി കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും പോലീസ് സ്റ്റേഷനുകൾ ഒന്നും തന്നെ ഇതുവരേക്കും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ തമ്മിൽ ഈ കേസിൽ ധാരണയായിട്ടുണ്ടാകും. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് തമ്മിൽ ഒരു ധാരണ ഉണ്ടായി കാണും എന്നുള്ളൊരു നിഗമനത്തിൽ പോലീസ് എത്തുന്നത്. ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് 3 പേരാണ്. അതിന്റെ 3 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിലൊന്ന് മുഹമ്മദ് റഹ്മാൻ, 2 അൻവർ, 3 മാഹിനെയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത് അല്പസമയത്തിന് മുൻപിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇവർ 3 പേരുമാകട്ടെ ഈ ഇന്നോവ കാർ വാടകയ്ക്കെടുത്ത SI, അതായത് പത്തനംതിട്ട AR ക്യാമ്പിലെ ASI സുരേഷിൽ നിന്നും വാടകയ്ക്കെടുത്ത ആളുകളാണ്. സുരേഷ് തന്നെ മറ്റൊരാളിൽ നിന്നാണ് ഈ വാഹനം വാടകയ്ക്കെടുത്തത്. അത് കൈമാറിയാണ് ഇവർ 3 പേരിലേക്കും എത്തുന്നത്. ഈ കാർ എടുത്തവരെ മാത്രമേ ഇതുവരേക്കും പോലീസിന് അറസ്റ്റ് ചെയ്യാൻ
സാധിച്ചിട്ടുള്ളൂ. പക്ഷെ പോലീസ് പറയുന്നത് ഇവരും ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, ഇവരാണ് പ്രതികൾക്ക് ഈ കാറ് കൈമാറിയതെന്നുള്ളൊരു വിഷയമാണ് പോലീസ് പറയുന്നത്. എങ്കിൽ പോലും ഇതുവരേക്കും തട്ടിക്കൊണ്ടുപോയ സംഘത്തെ, പ്രതികളെ ഒന്നും പിടികൂടാൻ പറ്റാത്തത് പോലീസിന് വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള പരിശോധന നടത്തിയിട്ട് പോലും പ്രതികളെ ഇതുവരേക്കും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഇന്നോവ കാറ് ഉപേക്ഷിച്ചത് ഒരു റോഡ് അവസാനിക്കുന്ന ഇടത്താണ്. അതിൽ നിന്നും പ്രതികൾ രക്ഷപ്പെട്ടു. പ്രതികൾക്കൊപ്പം ഈ ഇരയാക്കപ്പെട്ട ഈ തട്ടിക്കൊണ്ടു പോയവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ഇവരുടെ കൂടെ തന്നെയാണ് രക്ഷപ്പെട്ടത്. അതാണ് പോലീസിന്റെ ആദ്യത്തെ സംശയം. ഇങ്ങനെ തട്ടിക്കൊണ്ടു പോയ ആണെങ്കിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ സ്വാഭാവികമായും ഇവർ രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിരിക്കും നോക്കുക. സമീപ പ്രദേശത്ത് ആർക്കും തന്നെ ഈ ഒരു സംഭവത്തിൽ അവിടെ ഒരു അടിപിടി നടന്നതായോ അല്ലെങ്കിൽ വാക്കുതർക്കം നടന്നതായോ ഓടി രക്ഷപ്പെടുന്നതായോ ഒന്നും പക്ഷേ നവമി അങ്ങനെ ഒരു രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ ഇവർ തട്ടിക്കൊണ്ടു പോയവർ എവിടെയാണെന്നൊരു വിവരങ്ങൾ പോലീസിന് ലഭ്യമാകേണ്ടതല്ലേ? ഇത്രയും ദിവസമായി ഈ പ്രതികൾ ഒരുപക്ഷെ രക്ഷപ്പെട്ടുവെങ്കിൽ തട്ടിക്കൊണ്ടുപോയവർ പോലീസിന് മുൻപാകെ എത്തേണ്ടതായിരിക്കാം. അതല്ലെങ്കിൽ പോലീസ്, നമ്മൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി പരിശോധിച്ചതാണ്, പോലീസ് ഈ രണ്ട് സംഘങ്ങളും തമ്മിലൊരു സെറ്റിൽമെന്റ്, അതല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒരു കൊട്ടേഷൻ സംഘമായിരിക്കുമോ? തിരുവനന്തപുരം സ്വദേശികളാണ് തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നു. അതൊരു കൊട്ടേഷൻ ആയിരിക്കുമോ, അതോ ഈ പണം നൽകിയതുമായി ബന്ധപ്പെട്ട പണമിടപാടുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള ഒരു കുടിപ്പകയോ അതല്ലെങ്കിൽ അതിന്റെ പ്രതികാര നടപടിയോ അങ്ങനെ എന്തെങ്കിലും ആകാനുള്ള സാധ്യതയാണോ പോലീസ് പരിശോധിക്കുന്നത്? പോലീസ് ഈ ഒരു ധാരണയിൽ എത്തിക്കാണുമെന്ന് ഇവർ പറയുന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരേക്കും ഈ തട്ടിക്കൊണ്ടുപോയവരെ സംബന്ധിച്ചിട്ടുള്ളൊരു പരാതി ഇതുവരേക്കും ഒരു പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം ആദ്യം ദൃക്സാക്ഷി പറയുന്നു ഒരാളെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന്. പക്ഷെ പിന്നീടുള്ള പോലീസിന്റെ അന്വേഷണത്തിലാണ് 3 പേരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് മനസ്സിലാകുന്നത്. പക്ഷെ ഇതുവരേക്കും അവരെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു മിസ്സിംഗ് കേസുകളൊന്നും തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ടാണ് പോലീസ് ആ ഒരു നിഗമനത്തിൽ എത്തുന്നത്. എങ്കിൽ പോലും ഇവരെ ഏതെങ്കിലും തരത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ? കൊട്ടേഷൻ സംഘമാണെങ്കിൽ പോലും ബന്ധുക്കളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ ഒക്കെ ഇതിനോടകം വിവരം അറിയിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അത് ഇനി എങ്ങനെയാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്, അത് അവരിപ്പോഴും ഒളിവിൽ തന്നെയാണോ എന്നുള്ള കാര്യത്തിലാണ് പോലീസിന് ഇപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്തത്. എന്തായാലും ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഒരു ജ്യൂസ് കടയിൽ കയറി ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ഓട്ടോയിൽ കയറി, ആദ്യം ഓട്ടോയിൽ കയറിയാണ് ഇവർ രക്ഷപ്പെട്ടത്. പിന്നീട് ഒരു ജ്യൂസ് കടയിലെത്തി. ഇവിടെ രണ്ടിടത്തും ഇവർ പൈസ കൊടുത്തത് ഗൂഗിൾ പേ വഴിയാണ്. അതുകൊണ്ട് അവിടുത്തെ അതിന്റെ UPI കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടക്കുന്നത്. ആ ബാങ്ക് ഇടപാടുകൾ, അവിടെ അനധികൃതമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു പൈസ വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇത് പ്രതികളിലേക്കോ അല്ലെങ്കിൽ ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നുള്ള കണ്ടെത്തലിലേക്കോ പോലീസിനെ എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് പോലീസ് പറയുന്നത് ഇവർ തമ്മിലൊരു ധാരണ ഉണ്ടാക്കി കാണുമെന്ന്. കാരണം അതായത് ഈ സംഭവം നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ഞായറാഴ്ച ഇതേപോലെ ആലുവയിൽ നിന്നും ഒരു ആലപ്പുഴ സ്വദേശിയെ, കരുനാഗപ്പള്ളി സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായിരുന്നു. അത് പിന്നീട് ആലപ്പുഴയിൽ നിന്നും ഈ യുവാവിനെ കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് പോലീസ് ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ തട്ടിക്കൊണ്ടുപോയ ആൾക്ക് ഇതിൽ പരാതിയില്ല എന്നുള്ള ഒരു കാരണം വ്യക്തമാകുന്നത്. അത് പിന്നീട് പോലീസിന് മനസ്സിലാവുകയും ചെയ്തു ഇത് ഈ അനധികൃതമായിട്ടുള്ള അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള എന്തോ സാമ്പത്തിക ഇടപാടാണെന്ന്. പക്ഷേ പരാതിക്കാരൻ ഇതിൽ പിന്നെ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള പറഞ്ഞ സ്ഥിതിക്ക് പോലീസിന് ആ അന്വേഷണം വഴിയിൽ വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു. അതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. കാരണം ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടോ, പ്രത്യേകിച്ച് കള്ളപ്പണ ഇടപാട്, ഹവാല ഇടപാടുകൾ, അതല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ വരുമ്പോഴാണ് സാധാരണ ഇത്തരം തട്ടിക്കൊണ്ടുപോകലൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വരും എന്നുള്ളത് കൊണ്ട് സാധാരണഗതിയിൽ പരാതിക്കാർ അതല്ലെങ്കിൽ ഇരകൾ പരാതിയുമായി മുന്നോട്ട് പോകാറില്ല. പക്ഷേ നമ്മളിന്ന് ഈ മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ സമാനമായ തട്ടിക്കൊണ്ടുപോകൽ, അതായത് ഈ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുടിപ്പകയുടെ പേരിലുമുള്ള തട്ടിക്കൊണ്ടുപോകലും അത് പിന്നീട് നിരവധി യുവാക്കളുടെ ജീവനെടുത്ത സംഭവങ്ങളൊക്കെ കേരളം കണ്ടതാണ്. അത്തരമൊരു സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ടോ? കാരണം ഇതുവരെയും തട്ടിക്കൊണ്ടുപോയത് ആരെയാണ് എന്നതൊന്നും ഒരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിൽ അതിനപ്പുറം ഒരു കടുങ്കയിലേക്ക്, അതല്ലെങ്കിൽ
ഒരു കൊലപാതക സാധ്യത, ഈ തട്ടിക്കൊണ്ടുപോയവരെ അപായപ്പെടുത്താനുള്ള സാധ്യതയിലേക്കും പോലീസിന്റെ അന്വേഷണം പോകുന്നുണ്ടോ? ആ ഒരു രീതിയിൽ പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യം, അല്ലെ നമ്മൾ ഇതിനു മുൻപ് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പല തരത്തിലുള്ള തട്ടിക്കൊണ്ടുപോകലുകൾ, അതും ഈ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ കുഴൽപ്പണവേട്ട, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെയൊക്കെ ഒരാളെ തട്ടിക്കൊണ്ടുപോയാൽ ഒരു പരാതി പോലീസിന് മുന്നിലെത്തും. കാരണം ഇവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഒക്കെ പോലീസിന്റെ മുൻപിൽ പരാതിയുമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ 3 ദിവസം കഴിയുന്നു. അതായത് ഞായറാഴ്ച സംഭവം നടന്നു, ഇന്ന് വരെ എത്തുമ്പോഴേക്കും ബുധനാഴ്ച 3 ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് ഈ ഒരു വിഷയത്തിൽ പരാതി ലഭിക്കാത്തതാണ് ഒരു തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആ രീതിയിൽ സംശയിക്കുന്നത്. പരാതി ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് ഒന്നുകിൽ ഇവർ തമ്മിൽ ഒരു ധാരണ ഉണ്ടായി കാണും, അല്ല എന്നുണ്ടെങ്കിൽ ഈ ധാരണയ്ക്കുണ്ടായ കാരണം ഒരു സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ്. ഈ സാമ്പത്തിക ബന്ധം തന്നെയാണ് ഇവരെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പ്രകോപിപ്പിച്ചത്. അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത്, സ്വർണ്ണക്കടത്ത് സംഘം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. എന്തായാലും 4 അംഗ സംഘമായി തിരിഞ്ഞാണ് ആലുവ പോലീസ് 4 അംഗ സംഘമായി തിരിഞ്ഞാണ് ഈ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആലുവ കേന്ദ്രീകരിച്ച്, അതോടൊപ്പം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച്, ഒപ്പം മറ്റ് 2 ഇടങ്ങളിൽ കൂടി പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇതിന്റെ ഉള്ള ഒരു പടിയായി തന്നെയാണ് ആദ്യത്തെ 2 പേരുടെ അറസ്റ്റും, ഒപ്പം ഇന്നലെ അറസ്റ്റ് ചെയ്ത വ്യക്തിയും. പക്ഷെ ഇവരിൽ നിന്നൊക്കെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ഇതുവരേക്കും ലഭിച്ചിട്ടില്ല. ഇവർ കൈമാറി, ഈ കാറ് വാടകയ്ക്കെടുത്ത് മറ്റൊരാളിലേക്ക് കൈമാറിപ്പോയി എന്നതിലപ്പുറത്തേക്ക് ഇവർക്കും കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല. ആരെ തട്ടിക്കൊണ്ടു പോകാനാണ് ഈ വാഹനം, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വാഹനം വാടകയ്ക്കെടുത്തത് എന്നുള്ളത് ഈ കസ്റ്റഡിയിലുള്ളവർക്കും അറിയില്ല. അത് തന്നെയാണ് പോലീസിന്റെ വെല്ലുവിളിയും. എങ്കിൽ പോലും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ പത്തനംതിട്ടയിലെ AR ക്യാമ്പിലെ ASI സുരേഷ് ബാബുവിനെതിരെ ഒരു അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ സുരേഷ് ബാബു ആണ് ആദ്യം ഈ കാറ് വാടകയ്ക്ക് എടുക്കുന്നത്. അതൊരു പേഴ്സണൽ ആവശ്യത്തിന് ശേഷം പിന്നീട് മറ്റൊരാൾക്കായി കൊടുത്തു എന്ന് പറയുമ്പോൾ പോലും ഈ കാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം ഈ ASIയിലും നിൽക്കുന്നുണ്ട്. ASIയും വിശദമായി മൊഴി എടുത്തിട്ടുണ്ട് പോലീസ്. അതും ASIനെയും സംശയ നിഴലിലാക്കിക്കൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും പ്രതികളെയും ഈ തീർച്ചയായും നവമി ദിനേശ് സൂചിപ്പിക്കുന്ന പോലെ ആലുവയിലെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. പ്രതികളെക്കുറിച്ചും തട്ടിക്കൊണ്ടുപോയവരെക്കുറിച്ചും യാതൊരു സൂചനകളുമില്ല. അതിനിടെ 3ാമത്തെ ഒരാൾ കൂടി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ RSS നേതാവിനെ കുത്തി പരിക്കേൽപ്പിച്ച കേസാണ് സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത്. പ്ലാവൂർ RSS മണ്ഡല കാര്യവാഹക് വിഷ്ണുവിനാണ് കുത്തേറ്റത്. ഇന്നലെ രാത്രി ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടിക്കിടെയാണ് ആക്രമണം ഉണ്ടായത്. തലയിലും നെറ്റിയിലും വാരിയലിന്റെ ഭാഗത്തും ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. സംഭവത്തിൽ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്നയാൾ ഉൾപ്പെടെ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. മറ്റൊരു പ്രതി ജിത്തു ഒളിവിലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി കാട്ടാക്കടയിൽ നിന്ന് അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, ഈ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ വൈരാഗ്യമൊന്നുമല്ല, രാഷ്ട്രീയ പകയൊന്നുമല്ല എന്ന് പോലീസ് പറയുന്നു. ഒരു വ്യക്തിപരമായ വിരോധമാണോ ഈ ഒരു കത്തിക്കുത്തിൽ കലാശിച്ചത്? ടോം, അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പോലീസ് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം അരങ്ങേറുന്നത്. അമ്പലത്തിൻകാല പ്ലാവൂർ RSSന്റെ മണ്ഡല കാര്യവാഹകയായ വിഷ്ണു ആ സമീപത്തെ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു 5 അംഗ സംഘം വിഷ്ണുവിന്റെ ബൈക്കിനെ ചവിട്ടി നിലത്തിട്ട ശേഷം കുത്തി പരിക്കേൽപ്പിച്ചതും അല്ലെങ്കിൽ ആക്രമണം അഴിച്ചുവിട്ടത്. ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വിഷ്ണുവിന് പരിക്കേറ്റിരുന്നു, കത്തിക്കുത്തേറ്റിരുന്നു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും ചേർന്നൊക്കെയായിരുന്നു അദ്ദേഹത്തെ കാട്ടാക്കടയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം എത്തിച്ചത്. തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കി. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാട്ടാക്കട പോലീസിന്റെ നേതൃത്വത്തിൽ 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ പ്രധാന പ്രതിയെന്ന് പോലീസ് പറയുന്ന ജിത്തുവിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നതായും പോലീസ് പറയുന്നു. എന്തായാലും വരും മണിക്കൂറുകളിൽ വ്യക്തമായ ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അരുൺ, ഈ ഒരു സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രതികളുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? ഏതെങ്കിലും ക്രിമിനൽ സംഘങ്ങളാണോ അതോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവികളോ മറ്റുമാണോ ഈ അക്രമികൾ?
നമുക്കിപ്പോഴും ആ ചോദ്യത്തിന് പോലീസ് വ്യക്തമായ ഒരു ഉത്തരം ഇതുവരെ നൽകുന്നില്ല. കാരണം ഇവരെന്തായാലും പരസ്പരം അറിയാവുന്നവരാണ്, അവർക്ക് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നുൾപ്പെടെ അത്തരം ഒരു രാഷ്ട്രീയ വകപോക്കലല്ല ഇതിന് പിന്നിൽ. വ്യക്തിപരമായ വൈരാഗ്യങ്ങളാണ്, വാക്കേറ്റങ്ങളാണ് ഇതിനെ കലാശിച്ചെന്നാണ് പോലീസ് ആ ഒരു നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ഈ മുഖ്യപ്രതി ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ വ്യക്തമായ ഒരു സൂചന നൽകാൻ കഴിയൂ എന്നുള്ളതാണ് കാട്ടാക്കട പോലീസ് ഇപ്പോൾ നമ്മളോട് പറയുന്നത്. അരുൺ, അതായത് ഈ കേസിലെ മുഖ്യപ്രതികൾ ഒരാളായിട്ടുള്ള ജിത്തു ഇപ്പോഴും ഒളിവിലാണ്. അയാളെ ചോദ്യം ചെയ്താലേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്ന വിവരം. പക്ഷേ ഇത് ഒരു വ്യക്തിപരമായ വിരോധമാണെന്ന് പറയുമ്പോഴും ഒരു കരുതിക്കൂട്ടിയുള്ള ആക്രമണമായിട്ട് ഇതിനെ കാണണോ, അതോ പെട്ടെന്നുള്ള ഒരു പ്രകോപനം, പ്രത്യേകിച്ച് ഒരു ക്ഷേത്ര ഉത്സവത്തിന്റെ സമയത്ത് അവിടെ വെച്ചുണ്ടായ എന്തെങ്കിലും തർക്കത്തിന്റെ എന്തെങ്കിലും പശ്ചാത്തലത്തിലുണ്ടായ ഒരു ആക്രമണമായിട്ട് ഇതിനെ കാണണോ? തീർച്ചയായും ഇതൊരു കരുതിക്കൂട്ടി ഉണ്ടായ ഒരു ആക്രമണം തന്നെ എന്നാണ് പോലീസും പറയാതെ പറയുന്നത്. കാരണം ഇന്നലെ ക്ഷേത്രത്തിന്റെ ഘോഷയാത്ര കഴിഞ്ഞ് മടങ്ങുന്ന സമയത്തായിരുന്നു ഈ വിഷ്ണുവിന് നേരെയുള്ള ഈ ഒരു ആക്രമണം വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ കത്തുന്ന അഞ്ചംഗ സംഘം ഇദ്ദേഹത്തെ ചവിട്ടി നിലത്തിട്ടതിന് ശേഷമാണ് മാരകായുധങ്ങൾ കൊണ്ടുള്ള ആക്രമണം നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായും കരുതിക്കുട്ടി ഉണ്ടായ ഒരു ആക്രമണം തന്നെയാണ് പോലീസ് ആ കാര്യത്തിൽ നമ്മളോട് പറയുന്നത്. എന്തായാലും കൂടുതൽ ഈ പറയുന്നവരെ ഇപ്പോൾ 3 പേർ കസ്റ്റഡിയിലുണ്ടെന്ന് പറയുന്നു. അവരുടെ പേര് പോലും പോലീസ് വ്യക്തമായി ഇട്ടിട്ടില്ല. ജിത്തുവിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നമ്മളോട് പറയുന്നത്. എന്തായാലും ഇവരെ ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും മറ്റു കൂടുതൽ വിവരം പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുള്ളൂ കേട്ടുള്ളൂ. ടോം, വ്യക്തമാണ്. കാട്ടാക്കടയിൽ നിന്ന് അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് RSS നേതാവ് വിഷ്ണുവിനെ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിനിടെ കുത്തി പരിക്കേൽപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികൾ ഒരാൾ ഉൾപ്പെടെ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കേസിൽ ഒരു പ്രതി ജിത്തുവിന് വേണ്ടി പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. രാഷ്ട്രീയ പകയല്ല, വ്യക്തിപരമായ വിരോധമാണ് ഈ ആക്രമണത്തിന്റെ കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.